സോണിയാഗാന്ധി അല്ലല്ലോ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അതുപോലെ കേരള മുഖ്യമന്ത്രി. ഇതെല്ലാം ചുമതലപ്പെട്ടവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോയി അന്വേഷണത്തിന്റെ പരിധിയിൽ ഓരോരാളും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഇഷ്യൂ മാറ്റിവിടാനും വേണ്ടി ഇല്ലാത്ത ഇഷ്യൂ മാറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് വ്യക്തമാണ് കാര്യങ്ങൾ. ആ ശബരിമലയിലെ അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നവരെ ഞങ്ങളെല്ലാവരും കണ്ണിലെണ്ണ ഒഴിച്ചുണ്ടാവും, കേരള ജനതയും ഉണ്ടാവുന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതിനകത്ത് ഇന്നലെ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ അത്യന്തം ഗൗരവമുള്ളതാണ്. SITയുടെ അന്വേഷണം പോകുന്ന രീതി ഹൈക്കോടതി വളരെ വളരെ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അത് ശരിയാണെന്ന് തോന്നുന്ന രീതിയിലാണ്. ക്വസ്റ്റ്യൻ ചെയ്ത വിവരം നിങ്ങളടക്കം അറിഞ്ഞത് 4-5 ദിവസം കഴിഞ്ഞിട്ടാണ്. എന്തിനകത്ത് രഹസ്യമായൊരു ക്വസ്റ്റ്യനിങ്? അത്തരം പ്രിവിലേജുകൾ ആർക്ക് അവകാശപ്പെട്ടതാണ്? അപ്പോൾ ഇതിനകത്ത് SITയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേരത്തെ ആക്ഷേപിക്കുന്നുണ്ട്. SITയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിയാണെങ്കിലും ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളവരാണ്. കേരള സർക്കാർ ഈ അന്വേഷണം ആദ്യം മുതലേ തന്നെ അട്ടിമറിക്കാനാണ് കേരള സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ SITയുടെ ഭാഗമാണെങ്കിൽ പോലും നടത്തുന്ന പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി ഒരു ഘട്ടം കൂടി ശരിവച്ചിരിക്കുകയാണെന്നില്ല ഹൈക്കോടതി നിരീക്ഷണത്തോടുകൂടി. അത് തന്നെയാണ് ഇതിപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം എന്ത് നടപടി വന്നാലും ഒരു കുഴപ്പമില്ല, ലാഘവത്തോടെയാണ്. അയ്യപ്പന്റെ സ്വർണ്ണമോഷണം ഉണ്ടായിട്ട് സ്വർണ്ണക്കൊള്ള നടന്നിട്ട് ആ കൊള്ളയെ ലാഘവത്തോടെ കാണുന്ന ഒരു സമീപനം ഈ സർക്കാർ സ്വീകരിക്കുന്നു. അത് എത്ര തിരിച്ചടി കിട്ടിയാലും അവർ മനസ്സിലാക്കത്തില്ല എന്നുള്ളതാണ് തെളിവ്. ഇനിയും അവർക്ക് തിരിച്ചടികൾ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അല്ല, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന്. അപ്പൊ നമുക്ക് കാത്തിരിക്കും കാണാം. അല്ല, ഇത് പലവട്ടം നമ്മൾ മറുപടി പറഞ്ഞതാണ്. സോണിയാഗാന്ധി അല്ലല്ലോ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അതുപോലെ കേരള മുഖ്യമന്ത്രി. ഇതെല്ലാം ചുമതലപ്പെട്ടവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോയി അന്വേഷണത്തിന്റെ പരിധിയിൽ ഓരോരാളും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഇഷ്യൂ മാറ്റിവിടാനും വേണ്ടി ഇല്ലാത്ത ഇഷ്യൂ മാറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് വ്യക്തമാണ് കാര്യങ്ങൾ. ആ ശബരിമലയിലെ അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നവരെ ഞങ്ങളെല്ലാവരും കണ്ണിലെണ്ണ ഒഴിച്ചുണ്ടാവും, കേരള ജനതയും ഉണ്ടാവുന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.